ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. മുട്ടിന്മേൽ നിന്നിടും, മുട്ടിപ്പായി പ്രാർത്ഥിക്കും, മുഖം മറയ്ക്കാതവൻ ഉത്തരം നൽകും. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. ഹൃദയം നുറുങ്ങിടുമ്പോൾ അവൻ അരികെ അണഞ്ഞിടും. മനസ്സു തകർന്നിടുമ്പോൾ യേശുമാറോടു ചേർത്തണയ്ക്കും. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്കാൻ മനസ്സുള്ളവൻ. എത്ര നല്ലവൻ അവനെന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങള് യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ചിന്താവിഷയം: ഹി ഈസ് എ ഷീൽഡ് ടു ദോസ് ഹു ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് പരിച. സഖറിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. ബുക്ക് ഓഫ് സഖറിയ chapter 9 verse 15. The Lord of hosts shall defend them. സൈന്യങ്ങളുടെ യഹോവ അവരെ പരിച കൊണ്ട് മറയ്ക്കും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഏവരെയും കാത്തു പരിപാലിക്കുന്നു. ജീവിതത്തിൽ ആപത്തനർത്ഥങ്ങൾ ഉണ്ടാകുമ്പോൾ അവയിൽ നിന്നെല്ലാം നമ്മെ അത്ഭുതകരമായി കാക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം മൗനം അവലംബിക്കുന്നെന്ന് നമുക്ക് തോന്നാം.
എന്നാൽ ദൈവകൃപയ്ക്കായി നാം ക്ഷമയോടെ കാത്തിരിക്കുകയാണ് വേണ്ടത്. തക്ക സമയത്ത് തന്നെ ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ലല്ലോ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 9:9, Psalm 9:9. The Lord also will be a refuge for the oppressed, a refuge in times of trouble. യഹോവ പീഡിതന് ഒരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. നമ്മെ പരിച കൊണ്ടെന്ന പോലെ അവിടുന്ന് മറയ്ക്കും. ശത്രുവിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ആയുധമാണ് പരിച. സമ്പൂർണ്ണ സംരക്ഷണം ദൈവം നമുക്ക് നൽകും. തൻ്റെ ഭക്തരുടെ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് നീക്കും. സഹനത്തിൻ്റെ പാതയിലും മരണനിഴൽ വീണ താഴ്വരയിലും ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും സാന്ത്വനവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയണം. ദുഃഖവും നിരാശയും നിമിത്തം നമ്മുടെ ശിരസ് നമിക്കേണ്ടി വന്നാലും കൃതജ്ഞതയുടെയും സന്തോഷത്തിൻ്റെയും അനുഭവത്തിൽ തല ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നാം ധന്യരായി. നമ്മെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ പ്രതിഷ്ഠിക്കാം. അവിടുന്ന് നമ്മളെ കാത്തുപരിപാലിച്ച് വഴി നടത്തും. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കാക്കുന്ന ദൈവമാകയാൽ സ്തോത്രപ്പാ, സ്തോത്രം. അവിടുന്ന് കരുണ തോന്നി ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പാ. കൂട്ടായ്മയായി ഞങ്ങളെ മാനിക്കണമേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രശ്നങ്ങളുടെ നടുവിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെല്ലാം അതിജീവിച്ച് പുറത്തു വരുവാൻ നിന്റെ കരം ഞങ്ങളുടെ കൂടെ ഇരുന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനായി സ്തോത്രപ്പ. ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് മതിലും ചാടിക്കടക്കുവാൻ അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള അഭിഷേകം തന്ന് ഞങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുന്ന് സൗഖ്യത്തിൻ്റെ കരം ഞങ്ങളുടെ മാതൃരാജ്യത്തിൻ്റെ മേൽ വെച്ചിരിക്കുകയാൽ സ്തോത്രം. ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ഒരു പൂർണ്ണ വിടുതൽ അവിടെ നൽകുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി അപ്പാ, ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന ഈ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻ കരങ്ങൾ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം തൻ കാതുകൾ മന്ദമായില്ല. ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ. ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതിരുന്നാലും ദൈവമക്കൾക്കു നന്മ മുടക്കാത്തവൻ. എത്ര നല്ലവൻ അവൻ എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. എത്ര നല്ലവൻ യേശു എന്നും വിശ്വസ്തൻ, തലമുറയായുള്ള സങ്കേതവും. ഞാനും കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും.